വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. പ്രതിപക്ഷ നിർദ്ദേശിച്ച ഭേദഗതികൾ ഭൂരിപക്ഷം ലഭിക്കാതെ തള്ളിയെന്നും കമ്മിറ്റി അംഗീകരിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്നും ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. പതിനാല് ഭേദഗതികളോടെയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത്. വഖഫ് നിയമത്തിൽ കൊണ്ടുവരുന്ന 44 ഭേദഗതികൾ സംബന്ധിച്ച് സംയുക്ത സമിതി ചർച്ച ചെയ്ത് വിലയിരുത്തിയിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ ബില്ലിന്മേൽ 22 ഭേദഗതികളാണ് പ്രതിപക്ഷാംഗങ്ങൾ മുൻപോട്ട് വെച്ചത്. എന്നാൽ 10-നെതിരെ 16 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ ഭേദഗതികൾ തള്ളിയെന്നും 14 ഭേദഗതികൾ കമ്മിറ്റി അംഗീകരിച്ചതായും ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു. 6 महीने के सारे डिटेल डिस्कशंस के बाद सभी सदस्यों से हमने संशोधन मांगे थे. ये हमारी अंतिम बैठक थी कि उस 44 संशोधन पे आप इस पे सहमत हैं या इस पे असहमत हैं. तो सभी सदस्यों के द्वारा चाहे किसी पक्ष के हों उन लोगों ने अपने संशोधन दिए थे और आज उसमें जो हमारे कुछ सांसदों के द्वारा दिए गए थे उसमें 14 क्लाजेज पे या 14 संशोधनों में संशोधन स्वीकार हुआ है. वो भी संशोधन मूव करने पे वोटिंग के बाद बहुमत किया. സംയുക്ത പാർലമെന്ററി സമിതി ശുപാർശകൾ ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സമർപ്പിക്കും. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ വഖഫ് ബോർഡ് ഭൂമി പിടിച്ചടക്കുകയാണെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സമിതി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. വഖഫ് വിഷയത്തിൽ ഭൂമി സർവേ നടത്താനുള്ള അധികാരം കളക്ടർക്ക് നൽകുന്നതും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നതുമടക്കം 44 ഭേദഗതികളാണ് വഖഫ് നിയമത്തിൽ കൊണ്ടുവരുന്നത്. കൊച്ചി, മുനമ്പം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുമ്പോഴും നിയമ ഭേദഗതി തടയാനും JPC യോഗങ്ങൾ അലങ്കോലപ്പെടുത്താനുമാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചിരുന്നത്. ജനം, ഡൽഹി.